ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അംബർല പലാസോ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ആദ്യം എഴുതാം. ഏതൊക്കെ മെഷർമെൻറ്റ്സാണ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്, അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം പറഞ്ഞു പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ച് കട്ട് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡിങ് എഴുതി കൊടുക്കാം. ഞാനിവിടെ അംബർല പലാസോ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അംബർല പലാസോ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ പലാസോനെ അപേക്ഷിച്ചിട്ട് നല്ല ഫ്ലെയർ ഉണ്ടാവും, നല്ല വിരിവുണ്ടാവും അതിന്. ചിലപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കത് പലാസോ ആയിട്ട് തോന്നില്ല, വലിയൊരു സ്കേർട്ട് പോലെ ചിലപ്പോൾ തോന്നുള്ളൂ. അത് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ വരുന്നത് ഞാനതിൻ്റെ ഇമേജ് തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് തയ്ക്കാനായിട്ട് നമുക്കൊരു 3 മീറ്റർ മുതൽ മുകളിലേക്ക് മെറ്റീരിയൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോർമൽ പലാസോ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന പലാസോ ഉണ്ടല്ലോ, അധികം വിരിവൊന്നും വരത്തില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ. വേസ്റ്റ് റൗണ്ടാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. രണ്ടാമത് നമുക്ക് വേണ്ട മെഷർമെൻ്റ് ആണ് ഹിപ്പ് റൗണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ഹിപ്പിൻ്റെ പോർഷനിലുള്ള ആ ഒരു അളവാണ്. അതായത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ആദ്യം വേസ്റ്റിൻ്റെ അളവ് എടുക്കുക, താഴെയായിട്ട് ഹിപ്പിൻ്റെ അളവ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് നോക്കുക. നമ്മുടെ പലാസോയ്ക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വേസ്റ്റ് മുതൽ താഴത്തേക്ക് നിങ്ങൾക്ക് എത്ര ഇറക്കം വേണോ അത്രയും നോക്കുക. ടേപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് നോക്കുക. ഒരാളെ കൊണ്ട് നോക്കിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നിങ്ങൾ തന്നെ ലെങ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് കിട്ടണം എന്നില്ല. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫാബ്രിക് എത്ര എടുക്കണം എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ അളവുകൾ നോക്കാം. ഞാനിവിടെ എനിക്ക് വേണ്ട ഒരു എക്സാമ്പിൾ പോലെ ഞാൻ അളവുകൾ എടുത്തിട്ടുണ്ട്. വേസ്റ്റ് ഞാൻ 38 എടുക്കുന്നത്, ഹിപ്പ് 41, എല്ലാം ഞാൻ ഇഞ്ചിലാണ് കേട്ടോ പറയുന്നത്. 41 ഇഞ്ച് ഹിപ്പ്, ലെങ്ത് വേണ്ടത് 40 ഇഞ്ചാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ സീം ആഡ് ചെയ്യാത്തതാണ് കേട്ടോ. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എല്ലാം സീം ആഡ് ചെയ്യാത്ത വാല്യൂ ആണ്. ഇനി ഫാബ്രിക് നമുക്ക് ഇതിന് വേണ്ടത് 3 മീറ്ററാണ്. ഞാൻ പറഞ്ഞില്ലേ, 3 മീറ്റർ മുതൽ മുകളിലേക്കാണ് നമുക്ക് അംബർല പലാസോ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് കുട്ടികളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് ഇതിലും കുറച്ച് മതി. ഇനി നമുക്ക് ഈ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 38/4 നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആൻസർ കാൽക്കുലേറ്ററിൽ എങ്ങനെയെങ്കിലും ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങളുടെ അളവിന് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 9.5 കിട്ടി. അതിൻ്റെ കൂടെ ഞാനൊരു 2 ഇഞ്ച് സീം എലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 9.5 + 2 ഇഞ്ച് ഈസ് ഈക്വൽ ടു 11.5. അതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വേസ്റ്റിൽ നിന്ന് എടുത്ത് മാർക്ക് ചെയ്യാനുള്ള മെഷർമെൻറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് ഹിപ്പും ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 41 ഹിപ്പ് റൗണ്ട്, ബൈ 4 ചെയ്യുമ്പോൾ 10.25 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സീം എലവൻസ് 1.5 ഇഞ്ച് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് ഫൈനലായിട്ട് 11.75, അതായത് 11.25. മുകളിൽ 11.5, താഴെ 11.25. വേസ്റ്റ് അരയാണ്, 11.5. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ലെങ്തിൻ്റെ കൂടെ നിങ്ങൾക്ക് സീം എലവൻസ് ആഡ് ചെയ്യാം. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ സീം എലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി അംബർല പലാസോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫാബ്രിക് എടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് ഇത്രയും ഏജ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഹിപ്പ് ഇവിടെ എടുത്തിട്ടുള്ളത് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിപ്പിൻ്റെ അളവ് എടുത്തിട്ടുള്ളത്. ക്രോച്ച് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാലിൻ്റെ ആ ഒരു താഴത്തേക്കുള്ള പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ അരയിൽ നിന്ന് താഴത്തേക്കുള്ള ഒരളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ക്രോച്ച് ലെങ്ത് ഈസ് ഈക്വൽ ടു ഹിപ്പ് ബൈ 4 + സീം. ഇതാണ് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രോച്ച് ലെങ്ത് തന്നെയാണ് 11.75 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹിപ്പ് പറഞ്ഞ സമയത്ത് ഞാൻ ക്രോച്ച് ലെങ്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നാണ് ഓർത്തത് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. നമ്മൾ ഏതൊരു പാൻറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ക്രോച്ച് ലെങ്തിൻ്റെ മെഷർമെൻറ്റ് എന്തായാലും വേണം. പലാസോ എന്നല്ല, ഏത് പാൻറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ക്രോച്ച് ലെങ്ത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഹിപ്പ് ബൈ 4 + സീം എന്ന് പറയുന്നത്.
അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാലൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയലല്ല, ഈ ഒരു പേപ്പറിൽ തന്നെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. 4ആയിട്ട് ഫോൾഡ് ചെയ്യണമെന്നില്ല, ഞാനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്തതാണ് പേപ്പർ ആയതുകൊണ്ടിട്ട്. നിങ്ങൾ 2ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ലെഗിൻ്റെയും കിട്ടുന്നതാണ് കേട്ടോ. 2ആയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടാൽ മതി. ഞാനിവിടെ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേപ്പർ ആയതുകൊണ്ട് അത്ര ഒരു കട്ട് ചെയ്യുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് 4ആയിട്ട് ഫോൾഡ് ചെയ്തത്. നിങ്ങൾ 2ആയിട്ട് ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ലെഗും കിട്ടും. ഒറ്റ ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒറ്റ ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെഗിൻ്റെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇട്ടതിന് ശേഷം ദാ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു ത്രികോണം പോലെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് ഫോൾഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ഇതേപോലെ കൈ വെച്ചൊന്ന് നിവർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഫോൾഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ ലെങ്തും വേസ്റ്റും ക്രോച്ച് ലെങ്തും മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ അംബർല പലാസോ എന്ന് പറയുന്നത്. പലാസോ അത് തന്നെ സിമ്പിളാണ്. അംബർല പലാസോ നമുക്ക് കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴത്തേക്കുള്ള ലെങ്ത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ലെങ്ത് മടക്കിയിട്ടിരിക്കുന്ന ഇടം വരെയാണ് ആക്ച്വൽ കിട്ടുക. ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് വരുന്നത്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മെറ്റീരിയൽ തന്നെ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ലെങ്ത് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പഴയ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഓരോന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വേസ്റ്റാണ്. വേസ്റ്റ് നമുക്ക് 11.5 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് 11.5 കിട്ടുന്ന ആ ഒരു സ്ഥലം വരെ ഇറക്കി കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ സീം അലവൻസ് ഒക്കെ ഓൾറെഡി ആഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് 11.5 എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ 11.5 കിട്ടുന്നത് അവിടെ വരെ നിങ്ങൾക്ക് ഇതേപോലെ 11.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 11.75 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ താഴത്തേക്ക് ഇപ്പോൾ 11.5 എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നും താഴത്തേക്ക് 11.75 മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? 11.75 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്രോച്ച് ലെന്താണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 11.5 നിന്ന് വേണം താഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഒരിക്കലും മുകളിൽ നിന്ന് എടുക്കരുത്. അപ്പോൾ ആദ്യം നിങ്ങളിവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എത്രയാണ് നിങ്ങൾക്ക് 11.75 ഇവിടെ നമുക്കുള്ളത്, നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കുക. എന്നിട്ട് ആ ഒരു ഡോട്ടിൽ നിന്നും ഉള്ളിലേക്ക് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച്, കുറച്ച് ഇറക്കം വേണ്ടവരാണ്, അവിടെ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കൊടുക്കുക, 2.5 ഇഞ്ച് കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുതൽ 2.5 വരെ കൊടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ ആ 2 ഇഞ്ചിൻ്റെ എൻഡിൽ നിന്ന് 11.5 ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഞാനവിടെ മെഷർമെൻറ്റ് വാല്യൂസൊക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരത്തില്ല, ഏത് അളവാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ താഴത്തേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ഫുൾ ലെങ്ത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് തുടങ്ങുന്നത് 11.5 നിന്ന് താഴത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ വരെയാണ് അതിൻ്റെ ഇറക്കം കിട്ടുന്നത്. കണ്ടോ? ഇവിടെ വരെയാണ് ഇറക്കം കിട്ടുന്നത്. ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുകളിലുള്ള പോർഷനിൽ കിട്ടത്തില്ല, അവിടെ തികയത്തില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, മെറ്റീരിയൽ ചെയ്ത് കാണിച്ചു തരാവേ. നമുക്ക് ഇങ്ങോട്ടേക്ക് ഇനി ടേപ്പ് വെച്ചിട്ട് 11.5 നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 9.5 ആണ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ 11.5 ആ ഒരു ലൈനിലേക്ക് 9.5 ടേപ്പിൽ അളന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് റൗണ്ടിൽ കൊടുക്കുകയാണ്. നമ്മൾ സ്കേർട്ടിനൊക്കെ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് സെയിം ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എൻഡിൽ ഇങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് പോവാം. കണ്ടോ? 9.5 ആദ്യം വെച്ചു. അങ്ങനെ നമ്മൾ 2 ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. ഇവിടെ ഒരെണ്ണം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 9.5 വീണ്ടും വെച്ചു. ഞാൻ എല്ലാവർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ
പറഞ്ഞു പോകുന്നത്. എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ഞാൻ കുറച്ച് ലാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ സ്റ്റിച്ചിങ് ഒന്നും ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടില്ല. ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാലാണ് ഒരു തുടക്കക്കാരിക്ക് മനസ്സിലാവുക എന്നുള്ളത് എനിക്ക് അത്രമാത്രം അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞു. അംബർല പലാസോൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി മുകളിലത്തെ ബെൽറ്റ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. 2.5 ഇഞ്ചോ 3 ഇഞ്ചോ വീതിയിൽ നിങ്ങൾ എടുത്തിട്ട് എത്രയാണ് ലെങ്ത് വേണ്ടത് ആ വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് മുന്നേ ആയിട്ട് ഇതാ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ചെറിയൊരു കർവ് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ കർവാണ് കേട്ടോ വെട്ടിയെടുക്കേണ്ടത്. ആ ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് വെട്ടേണ്ട. ഇങ്ങനെ ഒരു കർവ് വരച്ചിട്ട് വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. താഴത്തെ കർവ് അതേപോലെ തന്നെ വെട്ടിക്കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മേളിൽ അറ്റാച്ച് ചെയ്ത് താഴെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഇറക്കം നിങ്ങൾക്ക് അവിടെ കിട്ടാതെ വരും. കണ്ടോ? ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ പോലെ മടക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 ലെഗിൻ്റെയും മെറ്റീരിയൽ കിട്ടുന്നതാണ് കേട്ടോ. അതായത് റൈറ്റും ലെഫ്റ്റും ലെഗിനുള്ള പോർഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് ലെഗ് കിട്ടിയിട്ടുള്ളത്. ഇനി മുകളിലത്തെ ബെൽറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റിൻ്റെ എത്രയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിനനുസരിച്ചിട്ട് ഇച്ചിരി സീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ബെൽറ്റ് വീതി ഒരു 3 മുതൽ 4 വരെ വീതി ഇഞ്ച് കൊടുത്താൽ മതി. വേസ്റ്റിൻ്റെ ആ ഒരു ബെൽറ്റ് കട്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു നീളത്തിലൊരു ദീർഘചതുരം പോലെ നമ്മൾ അത്യാവശ്യം ലെങ്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ലെങ്ത് വേസ്റ്റിനേക്കാളും സീം കൂട്ടിയിട്ടിട്ട് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അംബർല പലാസോ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.